DLED യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ചാനലിലും മാത്രം പരിചിതമുള്ള DStudy പ്ലാറ്റ്ഫോം ഇന്ന് യൂട്യൂബ് ചാനലിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഉദ്യോഗാർത്ഥികളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നെല്ലാം അഭിപ്രായം മാത്രം മാനിച്ചാണ് ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. കേവലം യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് പ്രത്യേകമായിട്ട് ഒരു DStudy ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ഒരു താല്പര്യമുള്ള കാര്യമോ മറ്റൊന്നും ആയിരുന്നില്ല. ഉദ്യോഗാർത്ഥികളിലോട്ട് കൂടുതൽ ആഴത്തിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ ഈ ഒരു രീതി ഇപ്പോൾ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. തുടക്കമാണ്. ഒരുപാട് ന്യൂനതകളും കുറവുകളെല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ തീർത്തും പരിഹരിക്കപ്പെടാം വരും ദിവസങ്ങളിലൊക്കെ. ഏതായിരുന്നാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കൂടുതലൊന്നും പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല. നിലവിൽ തുടർന്നു വരുന്ന ഹോട്ട് ടോപ്പിക്സ് എന്ന രീതി ഈ ഒരു വീഡിയോ സെഷനിലോട്ട് നടത്തിക്കൊണ്ടുപോകാനാണ് ഇനി മുതൽ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ഓരോ ഉദ്യോഗാർത്ഥികളെയും അറിയിക്കുകയാണ്. നമുക്കറിയാം ഹോട്ട് ടോപ്പിക്സ് എന്നത് എത്രത്തോളം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എത്രത്തോളം അതിന്റെ ഗുണങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. വീണ്ടും പറയാണ്, ഹോട്ട് ടോപ്പിക്സ് എന്നത് തീർത്തും നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ കീറിമുറിച്ച് കൂടുതൽ ആഴങ്ങളിലോട്ട് പറഞ്ഞു തരിക എന്നതൊന്നുമല്ല. നിങ്ങളുടെ സ്റ്റുഡന്റ് ടെക്സ്റ്റിലുള്ള കാര്യം ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ സെൽഫായിട്ട് അല്ലെങ്കിൽ കൂട്ടമായിട്ടിരുന്ന് എന്ത് പഠിക്കണം എന്ന്, ഏത് ടോപ്പിക്കിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് മാത്രം സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മറ്റു ഒരുപാട് ഗൈഡുകൾ ആശ്രയിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സുകളിലോട്ട് ആശ്രയിക്കേണ്ടി വരികയോ ഒന്നും ചെയ്യാതെ ഒരു ഹോട്ട് ടോപ്പിക്സുകളിൽ നിന്ന് മാത്രം ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും തനിച്ചിരുന്ന് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈ DLED പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. എന്ത് പഠിക്കണം, എത്രത്തോളം ഊന്നൽ നൽകണം, ആ ഒരു രണ്ടാമത്തെ പോയിന്റിലേക്കാണ് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഷന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏത് ടോപ്പിക്കുകളിൽ നിന്നും പരന്നു കിടക്കുന്ന ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഏത് ടോപ്പിക്കിന് കൂടുതൽ ഊന്നൽ നൽകണം എന്നൊരു സ്ട്രൈക്ക് മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഹോട്ട് ടോപ്പിക്സ് സെഷനിലൂടെ നൽകാൻ പറ്റുന്നത്. തീർത്തും ഒരു ഹോട്ട് ടോപ്പിക്സ് എന്നത് ഒരു പ്രവചനം മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. കഴിഞ്ഞ വർഷങ്ങളിലെ വിവിധ ജില്ലകളിലെ വിവിധ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് PSA ചോദ്യപേപ്പറുകളും അതുപോലെ മുൻവർഷ ചോദ്യപേപ്പറുകളെല്ലാം പരിശോധിച്ച് തിരഞ്ഞെടുത്ത് അരിച്ചെടുത്ത ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഹോട്ട് ടോപ്പിക്സുകളായിട്ട് തരുന്നത് എന്നൊരു പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കടലായി കിടക്കുന്ന നിങ്ങളുടെ ഈ ടോപ്പിക്കുകളെ പഠിക്കേണ്ടത് മാത്രം പഠിക്കുക എന്ന രീതിയിലോട്ട് മാറ്റാൻ ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് നിങ്ങളെ സഹായിക്കും എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ സെഷനിലോട്ട് നമുക്ക് ഇനി കടക്കാനുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹോട്ട് ടോപ്പിക്സ് എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ ഇത്തരത്തിൽ ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നല്ല നിങ്ങളുടെ മുന്നിൽ കേവലം ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്, ഈ ഒരു ഹോട്ട് ടോപ്പിക്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തീർത്തും DLED പഠിക്കുന്നവർക്കും പഠിക്കാനിരിക്കുന്നവർക്കും ഒക്കെ തീർത്തും ഉപകാരപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലായി മാറും എന്നൊരു കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഉദ്യോഗാർത്ഥികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹോട്ട് ടോപ്പിക്സുകളും മറ്റു കാര്യങ്ങളും DLED ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി ഇത്തരം യൂട്യൂബ് ചാനലുകൾ ഉദ്യോഗാർത്ഥികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉപയോഗപ്പെടുത്തും എന്ന കാര്യം അറിയിക്കുകയാണ്. ഓക്കെ.